Good afternoon. Okay. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ട്ടാ. ഓക്കെ, ഫുഡ് കഴിച്ചു? നിങ്ങൾ എല്ലാവരും കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? ഓക്കെ, കഴിച്ചു അല്ലെ? എന്താണ് ഇന്ന് കുട്ടികൾ കുറവാണല്ലോ, എന്ത് പറ്റി? എല്ലാവരും ന്യൂ ഇയറിന്റെ ആഘോഷം അല്ലെ, അതിന്റെ തിരക്കിലാണോ എല്ലാവരും? ഞാൻ കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചോ ക്രിസ്മസ് ഒക്കെ? ഓക്കെ, നല്ലായിരുന്നു അല്ലെ? ശരി, ഓക്കെ, സൂപ്പർ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണ്. നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ. നാളെ ക്ലാസ് ഉണ്ട്. ഓക്കെ, നമുക്കെന്ന് പറയുമ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പോ എന്താണ്, ക്ലാസ് ഇല്ലാതെ ഒന്നും ഇരിക്കില്ല. ഓക്കെ, ശരി. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് അല്ലെ. നമ്മള് ഫാർമസി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങിയിരുന്നത് അല്ലെ. അതിന്റെ ഒരു ഇതുവരെ എത്തി നമ്മൾ ഇന്റന്റിങ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഓക്കെ സ്നേഹ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. അപ്പം നമ്മള് പുതിയ, അതായത് സെക്കൻഡ് മൊഡ്യൂളില് ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ, ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ നമ്മള് ഫാർമസി എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ വരെയാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സിന്റെ ഈ ഒരു പേജ്, ഈ ലാസ്റ്റ് പോയിന്റ് വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഓക്കെ, അപ്പോ ക്ലാസ്സിലേക്ക് പോവാട്ടോ നമുക്ക്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത്? യെസ്, ഫാർമസിയുടെ സ്റ്റാഫിങ്ങിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. എങ്ങനെയാണ് അവിടുത്തെ സ്റ്റാഫിങ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു അത്? നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ബെഡ് സ്ട്രെങ്ത്. പഠിച്ചില്ലേ നമ്മള്? അതായത് ഒരു ഹോസ്പിറ്റലിലുള്ള ഫാർമസിസ്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് അവിടുത്തെ ബെഡ് സ്ട്രെങ്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മള് ഒരു ടാബുലാർ കോളൊക്കെ നമ്മള് പഠിച്ചിരുന്നു. ഓക്കെ, ടാബുലാർ കോളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു ഫ്ലോ ചാർട്ട് കണ്ടിരുന്നു അല്ലെ. ഫ്ലോ ചാർട്ട് നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മളൊരു കമ്മിറ്റിയെ പറ്റി പറഞ്ഞു അല്ലെ. ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്, സെക്രട്ടറി ആരാണ്, അതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആ ഒരു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇനി ശ്രദ്ധിക്കാം. പിന്നെ ഹോസ്പിറ്റൽ ഫോർമുലറി എന്താണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞാല് എന്തായിരുന്നു? എന്താ ഞാൻ പറഞ്ഞിരുന്നത്? ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞാല് അതെ, ഒരു ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് ആണ് അല്ലെ. എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയില് ഉപയോഗിക്കുന്നതിന് അംഗീകരിച്ചിട്ടുള്ള കേട്ടോ, അംഗീകൃതമായിട്ടുള്ളതാണ്. അവിടെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അംഗീകരിച്ചിട്ടുള്ള മരുന്നുകളുടെയും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഫോർമുലറി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ് പേജ് നമ്പർ? ഒന്ന് മെൻഷൻ ചെയ്യൂ. പേജ് നമ്പർ എത്രയാന്ന്? 5 കേട്ടോ. 5-മത്തെയാണ് പേജ് നമ്പർ കേട്ടോ. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? അപ്പോ പിന്നെ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ ഫോർമുലറി എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ് ആണ്. ഇന്റന്റിങ് എന്താണ്? ഇന്റന്റിങ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു മേക്കിംഗ് ദ റിക്വസിഷൻ അല്ലെ, മേക്കിംഗ് എ റിക്വസിഷൻ ഫോർ ദി
സപ്ലൈ ഓഫ് ഡ്രഗ്സ് അല്ലെ, നമ്മൾ മരുന്നുകൾ എന്താണ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കാണ്, ഒരു റിക്വസ്റ്റ് കൊടുക്കാണ്. നമുക്കറിയാം മരുന്നുകൾ എന്ന് പറയുന്നത് ചിലപ്പോ ആശുപത്രിയിൽ ചില മരുന്നുകൾ മാനുഫാക്ചർ ചെയ്യും, പക്ഷെ മെജോറിറ്റി മരുന്നുകൾ നമ്മൾ എന്താ ചെയ്യുക, മറ്റേതെങ്കിലും സപ്ലൈസിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ ആ ഒരു എന്താ പറയാ മെഡിസിൻസ് പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ഒരു പോയിന്റ്സിനകത്ത് നമ്മൾ പറഞ്ഞത്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നു, ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് എ ക്ലിയർ ഹോസ്പിറ്റൽ ഫോർമുലറി ദാറ്റ് മേ കണ്ടെയ്ൻ 250 to 300 ഡ്രഗ്സ് അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റലിൽ വ്യക്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ടായിരിക്കണം. അതിനകത്ത് 250 തൊട്ട് 300 മരുന്നുകൾ അടങ്ങുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഹോസ്പിറ്റൽ ഫോർമുലറി ഏതൊരു ഹോസ്പിറ്റലിനും ഉണ്ടായിരിക്കണം. ആദ്യത്തെ പോയിന്റ് നമ്മൾ അതാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ആ ഡ്രഗ്സിന്റെ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഡ്രഗ് ടു ബി ഇന്റൻഡഡ് കീപ്പിംഗ് ദ സേഫ്റ്റി സ്റ്റോക്ക് ഇൻ. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഓടിച്ച് പറയുന്നു എന്ന് മാത്രം. കുറച്ച് ദിവസമായല്ലോ നമ്മൾ കണ്ടിട്ട്. അപ്പം അതൊന്നും മൈൻഡിലോട്ട് കൊണ്ടുവരാനായിട്ടാണ്, കാരണം ഇതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിങ്ങനെ ഓടിച്ച് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു, ഒരു സേഫ്റ്റി സ്റ്റോക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും ഡ്രഗിനുള്ള ഓർഡർ കൊടുക്കാനായിട്ട് അല്ലെ. അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, ഓവർ സ്റ്റോക്കിങ്ങും അതുപോലെ തന്നെ തെഫ്റ്റ്, ഒരുപാട് നമ്മൾ സ്റ്റോക്ക് ചെയ്യുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന കളവ് അല്ലെ, തെഫ്റ്റ്, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫോളോ ചെയ്തിരിക്കണം. ഞാൻ ഇതിന് എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യുന്നില്ല, കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞതാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഓർഡർ ടു ബി ഇഷ്യൂഡ് ആസ് സൂൺ ആസ് ക്രിട്ടിക്കൽ ലെവൽ ഈസ് റീച്ച്ഡ് അല്ലെ. ഒരു ക്രിട്ടിക്കൽ ലെവൽ എത്തുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഓർഡർ കൊടുത്തിരിക്കണം. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇൻ കേസ് ഓഫ് ഡ്രഗ്സ് ഇമ്പോർട്ടഡ് ആംബിൾ ലീഡ് ടൈം ടു ബി ഗിവൺ അല്ലെ. ചില മരുന്നുകൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട മരുന്നുകളാണെങ്കിൽ, ഇപ്പൊ പുറത്തുനിന്ന് വരുത്തിക്കേണ്ട ചില മരുന്നുകളാണെങ്കിൽ നമ്മൾ അവയ്ക്ക് എന്ത് കൊടുത്തിരിക്കണം, ആംബിൾ ടൈം കൊടുത്തിരിക്കണം അല്ലെ. കാര്യം അത് ട്രാൻസ്പോർട്ട് ചെയ്ത് വരാനായിട്ട് ഹോസ്പിറ്റലിൽ എത്താനായിട്ട് കുറച്ച് സമയമുണ്ട് ഇപ്പൊ. ആ ഒരു ആംബിൾ ടൈം കണക്കാക്കിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഓർഡർ കൊടുക്കാനായിട്ട്. ഇപ്പൊ ഇവിടെ തീർന്നു, ഇന്ന് ഓർഡർ കൊടുത്താൽ ചിലപ്പോൾ നാളെ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മരുന്നുകളാണെങ്കിൽ ആ ഓർഡർ കിട്ടി, അത് എന്താണ് അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ എത്താനായിട്ട് കുറച്ച് സമയം എടുക്കും. ആ ഒരു സമയം കൂടെ കണക്കിലാക്കിക്കൊണ്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്, പർച്ചേസിങ് ഓർഡർ കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് കീപ് ദ റിസീപ്റ്റ് ഓഫ് ഡ്രഗ്സ് അല്ലെ. നമ്മളിപ്പോ സപ്ലൈസിൽ നിന്ന് മരുന്നുകളൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ ആ ഒരു പണമിടപാടുകളൊക്കെ നടത്തിയതിന്റെ റിസീപ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, സൂക്ഷിച്ചു വെക്കണം. ഓക്കെ. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയ പോയിന്റ് ഇതായിരുന്നു, ഓൾ ഡ്രഗ്സ് റിസീവ്ഡ് മസ്റ്റ് ബി ചെക്ക്ഡ്, വെയ്ഡ്, ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി, ഡേറ്റ് ഓഫ് എക്സ്പയറി. ഇനി വരുന്ന മരുന്നുകൾ നമ്മൾ റിസീവ് ചെയ്യുന്ന എല്ലാ മരുന്നുകളും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം അല്ലെ. കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അതിന്റെ വെയിറ്റ് നമ്മൾ നോക്കണം. വെയിറ്റ് എന്ന് വെച്ചാൽ ആ ഒരു ഇതിന്റെ കണ്ടന്റ് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ബാച്ച് നമ്പർ. ഇപ്പൊ നിങ്ങൾ 11ാമത്തെ ബാച്ചിലെ കുട്ടിയാണോ, ഇവിടെ 10ാമത്തെ ബാച്ചിൽ 9ാമത്തെ ബാച്ചിൽ എന്നതുപോലെ എന്താണ് മെഡിസിൻസിന് ഒരു ബാച്ച് ഉണ്ട് അല്ലെ. ആ ഒരു ബാച്ച് എന്താണ് അവിടെ പ്രാധാന്യം, എക്സ്പയറി ഡേറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ. ഒരു നേരത്തെ കൊണ്ടുവന്ന ബാച്ച് ആണെങ്കിൽ അതിന്റെ കാലാവധി പെട്ടെന്ന് തീരും അല്ലെ. അതിനുശേഷം വന്ന ബാച്ച് ആകുമ്പോൾ അതിന് എക്സ്പയറി ഡേറ്റ് കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടായിരിക്കും ഇല്ലേ. അപ്പൊ ആ ഒരു ബാച്ച് നമ്പർ, പിന്നെ ക്വാണ്ടിറ്റി, ഇത്രത്തോളം അളവിലാണ് നമ്മൾ ഓർഡർ കൊടുത്തത്, ആ അളവിൽ മരുന്നുകൾ വന്നിട്ടുണ്ടോ. ഇനി വന്നാൽ മാത്രം പോരാ, അതില് ഓരോ മരുന്നുകളുടെ കണ്ടന്റ് അതിൽ പറഞ്ഞ പ്രകാരം ക്വാണ്ടിറ്റി ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഡേറ്റ് ഓഫ് എക്സ്പയറി, എക്സ്പയറി ഡേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലേ. ആണോ? നിങ്ങൾ പറ, ഇതുവരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? അല്ല, പിന്നെ ഇവിടെ വരെ പറഞ്ഞു, ഇവിടെ വരെ പറഞ്ഞു നിർത്തിയിരുന്നു. ഇതെടുത്തിട്ടില്ല, ഇതെടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ ഇവിടം വരെയാണ് എടുത്തത്. ഹോസ്പിറ്റൽ ഫോർമുലറി വരെയാണോ എടുത്തത്? കമ്മിറ്റി സെലക്ഷൻ ഇത് പറഞ്ഞിരുന്നു കേട്ടോ, ഇന്റൻഡിങ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏത് ഫസ്റ്റ് പോയിന്റ് ആണോ പറഞ്ഞത്? ഇന്റൻഡിങ്ങിന്റെ 250 to 300 ഡ്രഗ്സ്, അതും ഈ പോയിന്റുകൾ പറഞ്ഞിരുന്നല്ലോ, ക്രിട്ടിക്കൽ ലെവൽ റീച്ച് ചെയ്യുന്നത് വരെ.
ക്ലാസ്സിൽ ഇരുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലാത്തവര് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണോ പറഞ്ഞത് ഇന്റന്റിങ്ങിന്റെ? ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. ജസ്റ്റ് റിക്വസ്റ്റിംഗ് ഓഫ് മെഡിസിൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, തുടങ്ങിയതേ ഉള്ളൂ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഇതാണ് ആ പോയിന്റ് കേട്ടോ, ഫുൾ പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആണ് പറഞ്ഞത് അല്ലെ? ഞാനിത് മൊത്തം പറഞ്ഞു എന്നുള്ളൊരു ഓർമ്മയിലാണ് ഇരിക്കുന്നത്. അപ്പൊ നോക്കുക കേട്ടോ, അതായത് ദ ഹോസ്പിറ്റൽ ശ്രദ്ധിക്കുക കേട്ടോ, ഫസ്റ്റ് പോയിന്റ് തന്നെ പറയാണ്. ഇന്റന്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മേക്കിംഗ് ദ റിക്വസിഷൻ ഫോർ ദ സപ്ലൈ ഓഫ് ഡ്രഗ്സ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു മരുന്ന് നമ്മൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കാണ്? അതെ, ഒരു റിക്വസ്റ്റ് കൊടുക്കാണ് അല്ലെ? അതിനെയാണ് നമ്മൾ ഇന്റന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ഓക്കെ, മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറയുന്നത് കേട്ടോ, അതിനകത്ത് പറഞ്ഞു പോകുന്നത്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് ഇതായിരുന്നു, the hospital must have a clear hospital formulary that may contain 250 to 300 drugs. അതായത് ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിക്കായിട്ട് ഏകദേശം ഒരു 250 തൊട്ട് 300 ഡ്രഗ്സ് വരെയുള്ള മരുന്നുകൾ ഉണ്ടായിരിക്കാം കേട്ടോ. അത്ര 250 തൊട്ട് 300 ഡ്രഗ്സുകൾ ഉള്ള ഒരു ഹോസ്പിറ്റൽ, വ്യക്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ആർക്കുണ്ടായിരിക്കണം? എല്ലാ ഹോസ്പിറ്റലിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ഹോസ്പിറ്റൽ ഫോർമുലറി നമ്മൾ പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കേണ്ട അംഗീകരിച്ചിട്ടുള്ള അല്ലെ, ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അംഗീകരിച്ചിട്ടുള്ള മരുന്നുകളുടെയും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് ആണ് ഫോർമുലറി എന്ന് പറയുന്നത്. ഏതൊരു ഹോസ്പിറ്റലിലും 250 മുതൽ 300 മരുന്നുകൾ അടങ്ങുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ആർക്കുണ്ടായിരിക്കണം? ഏതൊരു ഹോസ്പിറ്റലിനും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, അടുത്തത് ഡ്രഗ് ടു ബി ഇന്റന്റഡ് കീപ്പിംഗ് ദ സേഫ്റ്റി സ്റ്റോക്ക് ഇൻ മൈൻഡ്. അതായത് ഒരു സേഫ്റ്റി സ്റ്റോക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്? ഒരു മരുന്നിനുള്ള പർച്ചേസിങ് ഓർഡർ നമ്മൾ കൊടുക്കാനായിട്ട്. മനസ്സിലായോ? എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ ഡ്രഗ്, ഫാർമസിയിലുള്ള ഒരു പെർട്ടിക്കുലർ ഡ്രഗ്, അപ്പോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡിമാൻഡുള്ള മരുന്നാണ്, ഡെയിലി ഉപയോഗിക്കപ്പെടുന്ന ഒരു മരുന്നാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതൊരു 1000 യൂണിറ്റ് ആ ഒരു മരുന്ന് നമ്മുടെ ഫാർമസിയിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അത് ഡെയിലി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്, ഡെയിലി ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു മരുന്നാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 1000 യൂണിറ്റ് എത്രയായി? അതൊരു 800 യൂണിറ്റ് ആയി, കുഴപ്പമില്ല. പിന്നെ ഒരു 700 യൂണിറ്റ് ആയി, അപ്പോഴും പ്രശ്നമില്ല, ഒരു സേഫ്റ്റി ലെവലിലാണ് നിൽക്കുന്നത്. അതേസമയം നമ്മൾ അത് വീണ്ടും കുറഞ്ഞൊരു 500 എന്ന ലെവലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു സേഫ്റ്റി സ്റ്റോക്ക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. കാര്യം എന്താണ്? ആ മരുന്ന് ഡെയിലി അല്ലെ, എപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന ഒരു മരുന്നായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ലെവല്, ക്രിട്ടിക്കൽ ലെവലിൽ എത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഒരു 500 ആവുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പെട്ടെന്ന് തന്നെ അത് സപ്ലൈ ചെയ്യുന്നതിനുള്ള ഓർഡർ നമ്മൾ കൊടുത്തിരിക്കണം. കാര്യം അത്യാവശ്യം ആവശ്യമുള്ള ഒരു മരുന്നാണ്. അപ്പൊ നമ്മൾ 500 ഉണ്ടല്ലോ, കുഴപ്പമില്ല, എന്നാ പിന്നെ ഒരു 400 300 അങ്ങനെ ആവാൻ നിൽക്കരുതെന്ന്. അതാണ് പറയുന്നത്, ഒരു സേഫ്റ്റി സ്റ്റോക്ക് എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഡ്രഗ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഓർഡർ നമ്മൾ കൊടുക്കാനായിട്ട്. ക്ലിയർ ആയോ? അതാണ് ഡ്രഗ് ടു ബി ഇന്റന്റഡ് കീപ്പിംഗ് ദ സേഫ്റ്റി സ്റ്റോക്ക് ഇൻ മൈൻഡ്. നമ്മുടെ മനസ്സിൽ ഒരു സേഫ്റ്റി സ്റ്റോക്ക് കരുതിയിട്ട് വേണം അവിടെ എന്ത് ചെയ്യാനായിട്ട്? ഡ്രഗിനുള്ള ഒരു പർച്ചേസിങ് ഓർഡർ കൊടുക്കാനായിട്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? പറഞ്ഞ് മനസ്സിലായില്ലേ? രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, അടുത്തത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഫോളോഡ് ടു ത്വാർട്ട് ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്. എന്താണ് ത്വാർട്ട് എന്ന് പറഞ്ഞാൽ? എന്താ ഉദ്ദേശിക്കുന്നത്? പ്രിവെന്റ് എന്നാണ് കേട്ടോ, തടയുക എന്നുള്ള അർത്ഥമാണ്. അതായത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഇതിന്റെ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നുണ്ട് കേട്ടോ, എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോ നമ്മൾ എപ്പോഴും എന്താണ്, ഒരു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ത്വാർട്ട് ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്. ത്വാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ടു പ്രിവെന്റ് അല്ലെ, അതായത് ഓവർ സ്റ്റോക്കിംഗ് പ്രിവെന്റ് ചെയ്യാനും അതുമൂലം ഉണ്ടാകുന്ന ഒരു തെഫ്റ്റ് അല്ലെ, അതുമൂലം ഉണ്ടാകുന്ന ഒരു കളവൊക്കെ
എന്താണ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കണം. അപ്പോ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താണെന്നുള്ളത് നമുക്ക് പറയാം. കാര്യം ഇതിന്റെ ലാസ്റ്റ് പോയിന്റിൽ കൃത്യമായിട്ട് എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് അതിനെ പറയാം കേട്ടോ. അപ്പൊ ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മരുന്നുകൾ ഓവറായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കാന്ന് വിചാരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആളുകളാണ് അല്ലെ. ചിലപ്പോൾ ഒരുപാട് മരുന്നുകൾ ഉണ്ടാവും, അതിന് ഇപ്പൊ 1-2 എടുത്താലും വലിയ പ്രശ്നമില്ല എന്ന് തോന്നിയിട്ട് തെറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ, കളവ് പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുന്നത് പറയുന്നത്. അതൊരു ഫാർമസിയിൽ മാത്രമല്ല കേട്ടോ, ഏതൊരു ബിസിനസ്സിലും ആ ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ. അടുത്തതാണ് ഓർഡർ ടു ബി ഇഷ്യൂഡ് ആസ് സൂൺ ആസ് ദ ക്രിട്ടിക്കൽ ലെവൽ ഈസ് റീച്ച്ഡ്. നമ്മൾ രണ്ടാമതൊരു പോയിന്റ് പറഞ്ഞില്ല, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. അതായത് ഒരു സേഫ്റ്റി സ്റ്റോക്ക് എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ മരുന്നിനുള്ള പർച്ചേസിംഗ് ഓർഡർ കൊടുക്കാൻ. ഇനി നമ്മൾ പറഞ്ഞില്ലേ, അതേ അതുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഓർഡർ ടു ബി ഇഷ്യൂഡ് ആസ് സൂൺ ആസ് ദ ക്രിട്ടിക്കൽ ലെവൽ ഈസ് റീച്ച്ഡ്. ആ ഒരു ക്രിട്ടിക്കൽ ലെവൽ എത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? ഓർഡർ നമ്മൾ കൊടുത്തിരിക്കണം. അത് വീണ്ടും ആ ഒരു ക്രിട്ടിക്കൽ ലെവലിലേക്ക് ഒരു കാരണവശാലും എത്തിക്കരുത് അല്ലെ. കാര്യം ഡെയിലി ഉപയോഗിക്കുന്ന മരുന്നുകളാണെങ്കിൽ, ഹോസ്പിറ്റലിൽ ഉപയോഗപ്പെടുത്തുന്ന മരുന്നാണെങ്കിൽ അത് ക്രിട്ടിക്കൽ ലെവലിലേക്ക് എത്താനായിട്ട് അനുവദിക്കരുത്. അത് തീരുന്നതിനനുസരിച്ച് തന്നെ അതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഓർഡർ കൊടുക്കണം. കാര്യം എന്താണ്, നമ്മളിപ്പോ ഓർഡർ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് മരുന്ന് കിട്ടിക്കൊള്ളുന്നില്ല. ഓർഡർ കൊടുത്ത് അത് ട്രാൻസ്പോർട്ട് ചെയ്തൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് സമയം എടുക്കും അല്ലെ. അതൊക്കെ നമ്മൾ മുന്നിൽ കാണണം. അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിട്ടിക്കൽ ലെവൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കണം. ക്ലിയർ. അടുത്തതാണ് ഇൻ കേസ് ഓഫ് ഡ്രഗ്സ് ഇമ്പോർട്ടഡ് ആംബിൾ ലീഡ് ടൈം ടു ബി ഗിവൺ. അതായത് ഇപ്പൊ ഇൻ കേസ് ഓഫ് ഡ്രഗ്സ് ഇമ്പോർട്ടഡ്, ചില മരുന്നുകൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട മരുന്നുകൾ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ പുറത്ത് നിന്നൊക്കെ നമ്മുടെ രാജ്യത്ത് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ചില മരുന്നുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യേണ്ട മരുന്നുകളാണെങ്കിൽ അതിന് നമ്മൾ ആംപിൾ ലീഡ് ടൈം ടു ബി ഗിവൺ, കൃത്യമായിട്ടുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. അതായത് അത് ട്രാൻസ്പോർട്ട് ചെയ്ത് വരാനുള്ള കൃത്യമായിട്ടുള്ള ഒരു സമയം കൂടെ കണക്കിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്, പർച്ചേസിംഗ് ഓർഡർ കൊടുക്കാനായിട്ട്. മനസ്സിലായല്ലോ? ഇൻ കേസ് ഓഫ് ഡ്രഗ്സ് ഇമ്പോർട്ടഡ് ആംപിൾ ലീഡ് ടൈം ടു ബി ഗിവൺ. അടുത്തതാണ് റെസിപ്റ്റ് ഓഫ് ഡ്രഗ്സ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? കീപ് ദ റെസിപ്റ്റ് ഓഫ് ഡ്രഗ്സ് അല്ലെ. നമ്മളിപ്പോ പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെ, ഈ പറയുന്ന മരുന്നുകളുടെ ഇടപാടുകളൊക്കെ നടക്കുന്ന, അത് നമ്മൾ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. നമ്മൾ ഈ പണമൊക്കെ അയക്കുന്നതിന്റെ, പണം ഇടപാടുകളൊക്കെ നടത്തുന്നതിന്റെ, പ്രത്യേകിച്ച് മരുന്നിന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ പണം കൊടുക്കണം അല്ലെ. അപ്പൊ അതിന്റെ ഇടപാടുകളുടെയും മറ്റും റെസിപ്റ്റുകൾ നമ്മൾ ഈ അതുപോലെ തന്നെ ഡ്രഗ്സിന്റെ അല്ലെ, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള മരുന്നുകളുടെയൊക്കെ റെസിപ്റ്റുകൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കീപ്പ് ചെയ്തിരിക്കണം, സൂക്ഷിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? പിന്നെ വരുന്നത് ഈ പോയിന്റ് ആണ്, ഓൾ ഡ്രഗ്സ് റിസീവ്ഡ് മസ്റ്റ് ബി ചെക്ക്ഡ്, വെയ്ഡ്, ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി, ഡേറ്റ് ഓഫ് എക്സ്പയറി. ഇനി നമ്മൾ കൊണ്ടുവരുന്ന, നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്ന എല്ലാ മരുന്നുകളും അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ ആളുകൾക്ക് വിതരണം ചെയ്യാണ് ചെയ്യുന്നത്? അല്ല, നമ്മൾ കൊണ്ടുവന്ന മരുന്നുകൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ചെക്ക് ചെയ്യും അല്ലെ. നമ്മളത് കൃത്യമായിട്ട് പരിശോധനാ വിധേയമാക്കും. പിന്നെ എന്താണ്? വെയ്ഡ് അല്ലെ, നമ്മൾ പറഞ്ഞ അളവ് അല്ലെ, പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുണ്ടോ, ഡ്രഗ്സുകൾ എത്തിയിട്ടുണ്ടോ, അതിന്റെ വെയ്ഡ് അല്ലെ, അത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ക്വാളിറ്റേറ്റീവ് ആയിട്ടും നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ. പിന്നെ എന്താണ്? ബാച്ച് നമ്പർ. ഓരോ ബാച്ച് ആയിട്ട് വരുന്ന എന്താ പറയാ, സാമ്പിൾസ് ഉണ്ടായിരിക്കും, ഡ്രഗ്സ് ഉണ്ടായിരിക്കും. ആ ബാച്ച് നമ്പർ നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി, എത്ര അളവിലാണോ നമ്മൾ ഓർഡർ കൊടുത്തത് അത്ര അളവിൽ തന്നെ മരുന്നുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ, ക്വാണ്ടിറ്റി നോക്കും. പിന്നെന്താണ്? ഡേറ്റ് ഓഫ് എക്സ്പയറി അല്ലെ, മരുന്നുകളുടെ എക്സ്പയറി ഡേറ്റ്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാണ് എത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് നഷ്ടം വരും അല്ലെ, നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അത് ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്തിരിക്കണം. മനസ്സിലായോ? അതാണ് പറയുന്നത് കേട്ടോ. ഓൾ ഡ്രഗ്സ് റിസീവ്ഡ് മസ്റ്റ് ബി ചെക്ക്ഡ്, വെയ്ഡ്, ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി, ഡേറ്റ് ഓഫ് എക്സ്പയറി. ക്ലിയർ ആണല്ലോ? മനസ്സിലാകുന്നില്ലേ പറയുന്നത്? ഓക്കെ. അടുത്തതാണ് നെക്സ്റ്റ് പോയിന്റ് ആണ്, റാൻഡം സാമ്പിൾസ് ഓഫ് ഈച്ച് ബാച്ച് സാമ്പിൾ ഹാസ് ടു ബി സെൻഡ് ടു ദ ലാബ് ഫോർ ക്വാളിറ്റി ടെസ്റ്റിംഗ്.
ഓക്കെ. ക്വാളിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് റാൻഡം സാമ്പിൾസ് ഇപ്പൊ വന്നിട്ടുള്ള ഡ്രഗ്സിന് നമ്മൾ എന്ത് ചെയ്യാണ് റാൻഡം ആയിട്ട് നമ്മൾ സാമ്പിൾസ് പ്രീ പ്ലാൻ ചെയ്തിട്ടല്ല വന്നിട്ടുള്ള സാമ്പിൾസിൽ നമ്മൾ റാൻഡം ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും അതിൽ നിന്ന് ഒരു റാൻഡം ആയിട്ട് കുറച്ച് നമ്മൾ എടുത്തിട്ട് അത് എന്ത് ചെയ്യും നമ്മൾ ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അയക്കും. എന്തിനു വേണ്ടിയിട്ട് ക്വാളിറ്റി ടെസ്റ്റിംഗ് അല്ലെ, കൃത്യമായിട്ട് അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് റാൻഡം ആയിട്ട് ആ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് എങ്ങോട്ട് അയക്കുകയാണ് ലാബിലോട്ട് നമ്മൾ അയക്കുകയാണ്. മനസ്സിലായല്ലോ? അതാണ് റാൻഡം സാമ്പിൾസ് ഓഫ് ഈച്ച് ബാച്ച് സാമ്പിൾ ഹാസ് ടു ബി സെൻഡ് ടു ദ ലാബ് ഫോർ ദ ക്വാളിറ്റി ടെസ്റ്റിംഗ് അല്ലെ. ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത പോയിന്റ് ഇതാണ്, ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് ഓഫ് സബ്സ്റ്റാൻഡേർഡ് ഡ്രഗ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ആഫ്റ്റർ ദ ലാബ് ടെസ്റ്റ്. എന്താണ് പറയുന്നത്, ഇനിയിപ്പോ വന്നിട്ടുള്ള മരുന്നുകളില് ഏതെങ്കിലും മരുന്നുകൾ സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് അതായത് ഇപ്പൊ നിലവാരം കുറഞ്ഞതായിട്ട് തോന്നുകയാണെങ്കിൽ അത്തരം മരുന്നുകൾ നമ്മൾ കൃത്യമായിട്ടുള്ള ലാബ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. മനസ്സിലായോ? അപ്പൊ എന്തെങ്കിലും വന്നിട്ടുള്ള മരുന്നുകളിൽ സ്റ്റാൻഡേർഡ് ഇല്ല, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിലോ അതിന്റെ സേഫ്റ്റിയിലോ അതിന്റെ എഫക്റ്റീവ്നെസ്സിലോ വേണ്ട രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് വിചാരിക്കുക, സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അത്തരം മരുന്നുകൾ നമ്മൾ കൃത്യമായിട്ടുള്ള ലാബ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആണല്ലോ? അതാണ് കേട്ടോ. ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് ഓഫ് സബ്സ്റ്റാൻഡേർഡ് ഡ്രഗ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ആഫ്റ്റർ ദ ലാബ് ടെസ്റ്റ്. ക്ലിയർ? ഓക്കെ. ഇനി നമ്മള് നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു അല്ലെ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഫോളോഡ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഇനി പഠിക്കുന്നത് എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അഥവാ EOQ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. ക്ലാസ്സിൽ ഇരിക്കുന്നവര് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് മനസ്സിലാക്കുക കേട്ടോ. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. EOQ എന്നാണ് അതിനെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ പറയാം. The economic order quantity അഥവാ EOQ is the number of units that a company should add to the inventory with each order to minimize the total cost of an inventory such as holding cost, order cost and shortage cost. മനസ്സിലായോ? വലിയൊരു സെന്റൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ സെന്റൻസ് ഒന്നും വേണ്ട. എന്താണെന്ന് അറിയാമോ? അതായത് അത് ഉദ്ദേശിക്കുന്നത് ദ ഒപ്റ്റിമം ക്വാണ്ടിറ്റി. ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക നിങ്ങള്. കാര്യം നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം വീണ്ടും അത് പറയൂ. നിങ്ങൾ പലരും ഓൺ ചെയ്തിട്ട് പോകും, ഇടയ്ക്ക് വന്ന് കയറിയിട്ടാവും ഈ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ടൈമും നഷ്ടപ്പെടും, നമ്മുടെ എനർജിയും നഷ്ടപ്പെടും, കേട്ടിരിക്കുന്നവർക്ക് ബോറടിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നോക്ക്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാല് ശരിക്കും എന്താണ്? ഒപ്റ്റിമം ക്വാണ്ടിറ്റി. ഒപ്റ്റിമം ക്വാണ്ടിറ്റി ദാറ്റ് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എൻ ഇൻവെന്ററി. ഒന്നുകൂടെ ഞാൻ പറയാണ്, അതായത് ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഒപ്റ്റിമം ക്വാണ്ടിറ്റി that minimizes the total cost of an inventory. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിനെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പോ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ദാറ്റ് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എൻ ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിന്റെ ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിലായോ? ഒരു ഇൻവെന്ററി അതായത് ഒരു സ്റ്റോക്കിന്റെ ഒരു ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര അളവില് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയില് നമ്മൾ സാധനങ്ങൾ വാങ്ങണം, ആ ഒരു ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നോട് പറയാണ്, അതായത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിമം ക്വാണ്ടിറ്റി ദാറ്റ് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എൻ ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്റ്റോക്കിന്റെ ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കാനായിട്ട്, റിഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര അളവില് എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങണം, ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞ സെന്റൻസ് ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്നാണ്. ആ ഒപ്റ്റിമം എന്ന് പറയുന്ന വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണെന്ന് ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴും എനിക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഇപ്പൊ നമ്മുടെ ഫാർമസി, നമ്മുടെ ഫാർമസിയിൽ നമുക്കൊരു പെർട്ടിക്കുലർ ഡ്രഗ് ഏതെങ്കിലും മരുന്നാവട്ടെ, അത്യാവശ്യം ഡിമാൻഡുള്ള ഉപയോഗപ്പെടുത്തുന്ന ഒരു മരുന്നാണെന്ന് വിചാരിക്കാം.
അത് നമുക്കൊരു 1500 യൂണിറ്റ് ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു പെർട്ടിക്കുലർ മരുന്ന് അത്യാവശ്യം ഡിമാൻഡുള്ള മരുന്നാണ്, ഡെയിലി ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു മരുന്നാണെന്ന് വിചാരിക്കാം. അത് ഫാർമസിയിൽ ഒരു 1500 യൂണിറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്, 1500 യൂണിറ്റ് ആവശ്യമുള്ളിടത്ത് നമ്മളൊരു 1600 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, പർച്ചേസ് ചെയ്യാണ്. മനസ്സിലായോ? നമുക്ക് 1500 യൂണിറ്റ് മതി, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 1600 യൂണിറ്റ് നമ്മൾ ആ ഒരു മരുന്ന് വാങ്ങാണ്, പർച്ചേസ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ വാങ്ങുന്ന സമയത്ത് നമുക്ക് പല കോസ്റ്റുകൾ അതിലൂടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് സച്ചസ് ഹോൾഡിംഗ് കോസ്റ്റ്, അല്ലെ? ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറേജ് കോസ്റ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നോക്കിയേ, 1500 യൂണിറ്റ് ആവശ്യമുള്ള മരുന്നുകൾ നമ്മൾ 1600 യൂണിറ്റ് വാങ്ങിച്ചല്ലോ. അപ്പൊ എങ്ങനെയായാലും 1500 യൂണിറ്റ് ആയാലും 1600 യൂണിറ്റ് ആയാലും ആ ഒരു ഫാർമസിക്ക് അത്രയും മരുന്നുകൾ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, 1500 പകരം 1600 യൂണിറ്റ് മേടിച്ചാലും അത്രയും മരുന്നുകൾ ഹോൾഡ് ചെയ്യാനുള്ള, സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ആ ഒരു ഫാർമസിക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് അതിലൂടെ എന്ത് കുറയ്ക്കാൻ പറ്റും? ഹോൾഡിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കൂടാതെ നമുക്ക് നോക്കാൻ പറ്റും. മനസ്സിലായോ? കൂടാതെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. കാര്യം 1600 മേടിച്ചാലും അത്രയും ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഫാർമസിക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് പിന്നെ വീണ്ടും ഒരു ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരുന്നില്ല. ഒരു അഡീഷണൽ ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. മനസ്സിലായല്ലോ? അതാണ് കുറയ്ക്കുക ഇൻ ദ സെൻസ് ഇവിടെ ഉദ്ദേശിച്ചത് കൂടാതെ നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഇപ്പൊ ഒരു 100 പിള്ളേർ ഇരിക്കുന്ന ഒരു ക്ലാസ്, ആ ക്ലാസ്സിനകത്ത് 40 പേര് ഇരുന്നാലും 50, 60, 70 പിള്ളേർ ഇരുന്നാലും ഇലക്ട്രിസിറ്റി ബില്ല് ഒന്ന് തന്നെയല്ലേ വരുള്ളൂ, അല്ലെ? ഒന്ന് തന്നെയല്ലേ വരുള്ളൂ. എന്നതുപോലെ 1600 യൂണിറ്റ് വാങ്ങിച്ചാൽ അത്രയും സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഒരു ഫാർമസിക്ക് ഉണ്ട്. സോ അഡീഷണൽ ഹോൾഡിംഗ് കോസ്റ്റ് അവിടെ വരുന്നില്ല. മനസ്സിലായോ? അതാണ്. പിന്നെ പറയുന്നത് ഓർഡർ കോസ്റ്റ് ആണ്. ഓർഡർ കോസ്റ്റ് അതെന്തായിരിക്കും? ഇപ്പൊ നോക്കിക്കേ, ഞാൻ പറഞ്ഞു ഈ ഒരു മരുന്ന് എന്ന് പറയുന്നത് അത്യാവശ്യം ഡിമാൻഡുള്ള, എല്ലാവരും ഉപയോഗപ്പെടുത്തുന്ന ഒരു മരുന്നാണ്. അപ്പൊ നമ്മൾ ഒരു 1500 യൂണിറ്റിന്റെ സ്ഥാനത്ത് 1600 യൂണിറ്റ് കുറച്ച് കൂടുതൽ മേടിച്ചു വെച്ചാലും കുഴപ്പമില്ല. നമുക്കിത് ഓരോ പ്രാവശ്യം, കാരണം അടുത്ത മാസം, ഈ മാസം, അല്ലെങ്കിൽ പിന്നത്തെ മാസം, അതിന്റെ പിന്നത്തെ മാസം ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു മരുന്നാണ്. അപ്പൊ നമുക്ക് ഓരോ പ്രാവശ്യം ഓർഡർ ചെയ്യുന്ന ആ കോസ്റ്റ് നമുക്ക് കുറച്ചധികം മേടിച്ചു വെച്ചാൽ, ഇപ്പൊ ഒരു 4 പ്രാവശ്യം ഓർഡർ ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരു 3 പ്രാവശ്യം ഓർഡർ ചെയ്താൽ മതി. 4ാമത്തെ പ്രാവശ്യം ഓർഡർ ചെയ്യുന്ന പൈസ നമുക്ക് അവിടെ ലാഭിച്ചൂടെ? അത്രയും പൈസ നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റില്ലേ? അതാണ് കേട്ടോ. അപ്പൊ ഓർഡർ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ എന്താണ് ഷോർട്ടേജ് കോസ്റ്റ്? ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു മരുന്ന് ഷോർട്ടേജ് വരെയാന്ന് വിചാരിക്കാം. ഓക്കെ, അത്യാവശ്യം ഡിമാൻഡുള്ള മരുന്നാണ്, അതിന് ഷോർട്ടേജ് വന്നു. അതായത് ഈ പറയുന്ന ആളുകളുടെ എന്താ പറയുക, ഉപയോഗത്തിനും അവരുടെ ആവശ്യകതകൾക്ക് അനുസരിച്ച് ആ ഒരു മരുന്ന് അവിടെ ലഭ്യമല്ല എന്ന് വിചാരിക്കാം. ഷോർട്ടേജ് അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അതിലൂടെ ലഭിച്ചിരുന്ന റവന്യൂ കുറയും ഇവിടെ, ഇല്ലേ? ആ ഒരു ഫാർമസിക്ക് അതിലൂടെ ലഭിച്ചിരുന്ന ആ ഒരു വരുമാനം, ആ റവന്യൂ ഇവിടെ കുറയും. അത് റവന്യൂ കുറയുക മാത്രമല്ല, അതൊരു പരിധി വരെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ വരെ ബാധിക്കും, അല്ലെ? ഇപ്പൊ നമ്മളൊരു ആവശ്യം വരുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവരോടൊരു നെഗറ്റീവ് ഇംപ്രഷൻ അല്ലേ ഉണ്ടാവാം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഷോർട്ടേജ് കോസ്റ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇതിലൂടെ നമുക്ക് കുറയ്ക്കാനായിട്ട്. അപ്പൊ ഇത്തരം കോസ്റ്റുകൾ, അതായത് ഹോൾഡിംഗ് കോസ്റ്റ്, പിന്നെ വേണമെങ്കിൽ ഒരു കോസ്റ്റും കൂടെ നമുക്ക് പറയാം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഒരു വണ്ടിയിലാണ് ഇത് കൊണ്ടുവരുന്നതെങ്കിൽ ആ വണ്ടിയിൽ 1500 യൂണിറ്റ് ആണെങ്കിലും 1600 യൂണിറ്റ് ആണെങ്കിലും എന്താണ്, ആ വണ്ടിക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന കൂലി സെയിം തന്നെയല്ലേ? ഓക്കെ, അതിന് അത്രയും കപ്പാസിറ്റി ഉള്ളൊരു വണ്ടിയാണ്. 1500 പകരം 1600 യൂണിറ്റ് മരുന്ന് കൊണ്ടുവന്നാലും നമ്മൾ അവിടെ എത്തിക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട കൂലി എന്ന് പറയുന്നത് സെയിം തന്നെയല്ലേ വരുന്നത്? കുറച്ചധികം മേടിച്ചാലും സെയിം റെന്റ് തന്നെയല്ലേ അവിടെ വരുന്നത്? അപ്പോൾ ഇത്തരത്തില് ഹോൾഡിംഗ് കോസ്റ്റ്, ഓർഡർ കോസ്റ്റ്, ഷോർട്ടേജ് കോസ്റ്റ്, പിന്നെ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ പറയാം. അത്തരം കോസ്റ്റുകൾ കുറയ്ക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? ടോട്ടൽ കോസ്റ്റ് നമുക്ക് അവിടെ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പറഞ്ഞത്. അതാണ് ഞാൻ ആ സെന്റൻസിനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒപ്റ്റിമം ക്വാണ്ടിറ്റി വിച്ച് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എൻ ഇൻവെന്ററി. ആ ഒരു ക്വാണ്ടിറ്റിനെ, അപ്പൊ അവിടെ ഏതാണ് ഞാൻ പറഞ്ഞ കാര്യത്തില് ആ 1600 യൂണിറ്റ് ആണ് എന്ത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ 1600 യൂണിറ്റ് ഉണ്ടല്ലോ, ആ യൂണിറ്റ് ആണ് എന്താ അവിടുത്തെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി.
ഇനി അടുത്തൊരു ഞാൻ പറഞ്ഞു ആ ഒരു സെന്റൻസിൽ ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്നാണ് ഞാൻ പറഞ്ഞത്. ഒപ്റ്റിമം എന്ന് പറയുന്ന വാക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കാര്യം ഇതിനകത്ത് നിങ്ങൾക്ക് തോന്നാം 1600 യൂണിറ്റ് മേടിച്ച സ്ഥാനത്ത് എന്നാൽ പിന്നെ ഒരു 2000 യൂണിറ്റ് മേടിക്കാൻ പാടില്ല എന്ന് തോന്നാം. പക്ഷെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്? അതാണ് പറഞ്ഞത് ഒപ്റ്റിമം ക്വാണ്ടിറ്റി, ഒരു മിതമായിട്ടുള്ള ക്വാണ്ടിറ്റി പാടുള്ളൂ. 2000 യൂണിറ്റ് ഇപ്പൊ മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2000 യൂണിറ്റ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ചിലപ്പോൾ ഫാർമസിക്ക് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് അഡീഷണൽ ഹോൾഡിംഗ് കോസ്റ്റ് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതെല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റി ആയിരിക്കും, ഒരു മിതമായിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും. മനസ്സിലായോ? ഇനി നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഈ സെന്റൻസ് ഒന്ന് കേട്ടെ. ഒപ്റ്റിമം ക്വാണ്ടിറ്റി വിച്ച് മിനിമൈസസ് the total cost of an inventory is called economic order quantity. ഞാൻ പറഞ്ഞ എക്സാമ്പിളിനകത്ത് 1600 യൂണിറ്റ് ആണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി അത്രേ വേണ്ടു. പക്ഷെ നമുക്കിതൊന്ന് വായിക്കാം കേട്ടോ. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഇസ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് that a company should add to the inventory with each order to minimize the total cost of an inventory, such as എന്തൊക്കെ കോസ്റ്റുകളാണ്? ഹോൾഡിംഗ് കോസ്റ്റ്, ഓർഡർ കോസ്റ്റ് ആൻഡ് ഷോർട്ടേജ് കോസ്റ്റ്. ക്ലിയർ ആയോ? അതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ആ ഒരു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഫോളോഡ് ടു ത്വാർട്ട് ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്. ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ എവിടെ ഫോളോ ചെയ്യേണ്ടത്. ഫാർമസി മാത്രമല്ല ഏതൊരു ബിസിനസ്സിലും അത് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓവർ സ്റ്റോക്കിങ്ങും അതുമൂലം ഉണ്ടാവുന്ന കളവ്, തെഫ്റ്റ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ആ ഒരു കൺസെപ്റ്റ് നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ആ പോയിന്റ്സുകളെല്ലാം? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. അതിൽ ഓരോ പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ശരി, ഇനി അടുത്തതാണ് റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് കേട്ടോ. എന്തെല്ലാം റെക്കോർഡുകളും രജിസ്റ്ററുകളുമാണ് നമ്മൾ ഒരു എന്താ പറയുക ഫാർമസിയിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, സൂക്ഷിക്കേണ്ടത്? അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്നൊന്ന് മനസ്സിലാക്കി വെക്കാം നിങ്ങൾ. ഫസ്റ്റ് വൺ എന്താണ്? സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ഡ്രഗ്സ്. ഓക്കെ, സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് സ്റ്റോക്ക് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ശരിക്കും കണക്ക് പുസ്തകമാണ് കേട്ടോ. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഫാർമസിനകത്ത് പല ടൈപ്പ് മരുന്നുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഓരോ മരുന്നുകളും ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ഡ്രഗ്സിന്റെ സ്റ്റോക്ക് ലെഡ്ജർ, അതിന്റെ ആ സ്റ്റോക്കിന്റെ കണക്കും കാര്യങ്ങളും എഴുതുന്ന ആ ഒരു ലെഡ്ജർ അല്ലെ, സ്റ്റോക്ക് ലെഡ്ജർ അവിടെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് പറഞ്ഞത് കേട്ടോ. ആദ്യത്തെ റെക്കോർഡ് അതാണ്, സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ഡ്രഗ്സ്. ആ ഒരു ഫാർമസിയിൽ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് മരുന്നുകളുടെ എല്ലാം തന്നെ സ്റ്റോക്ക് ലെഡ്ജർ, അതിന്റെ സ്റ്റോക്കിന്റെ കണക്കും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റോക്ക് ലെഡ്ജർ അവിടെ ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് രണ്ടാമത്തെ എന്താണ്? ഇന്റന്റ് ആൻഡ് റെസീപ്റ്റ് വൗച്ചർ. ഇന്റന്റ് ആൻഡ് റെസീപ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇന്റന്റിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ്? മേക്കിംഗ് ദ റിക്വസിഷൻ ഫോർ ദ സപ്ലൈ ഓഫ് ഡ്രഗ്സ്. അപ്പൊ നമ്മള് മരുന്നുകൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു റിക്വസിഷൻ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ആ റിക്വസിഷൻ കാര്യങ്ങളും ആ റിക്വസിഷന്റെ റെക്കോർഡ്സുകൾ അവിടെ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ റിസീപ്റ്റ് വൗച്ചർ, നമ്മളത് റിക്വസിഷൻ കൊടുത്തു, സപ്ലൈസ് അത് നമുക്ക് സപ്ലൈ ചെയ്തു, സപ്ലൈ ചെയ്യുമ്പോൾ നമ്മളത് റിസീവ് ചെയ്യുന്നതിന്റെ റിസീപ്റ്റ് രേഖകളെല്ലാം തന്നെ എവിടെ സൂക്ഷിച്ചിരിക്കണം? ഫാർമസിയിൽ സൂക്ഷിച്ചിരിക്കണം. കാര്യം നമ്മൾ കൊടുത്ത ഓർഡർ പ്രകാരം എത്ര ഓർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ടാവല്ലോ ഓരോ മരുന്നിനും, ആ ഓർഡർ പ്രകാരം മരുന്നുകൾ അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇന്റന്റ് ആൻഡ് റിസീപ്റ്റ് വൗച്ചർ. ക്ലിയർ? ഓക്കെ ആണല്ലോ. അടുത്തത് മൂന്നാമത്തെ ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മരുന്നുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, ഓരോ ഡ്രഗിന്റെ പരിശോധനാ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് അവിടെ സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, അതാണ് മൂന്നാമത്തെ. നാലാമത്തെ ഇതാണ് ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൽ കാർഡ്സ് കേട്ടോ. ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൽ കാർഡ്സ്
ഇൻഡെക്സ് രജിസ്റ്റർ എന്തായിരിക്കും? നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അതിനൊരു ഇൻഡെക്സ് ഉണ്ടായിരിക്കും അല്ലെ? ആ ഒരു ഇൻഡെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്തെല്ലാം കണ്ടന്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ആ ഒരു ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നതുപോലെ ആ ഒരു ഫാർമസിയിൽ ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളുടെയും ഒരു ഇൻഡെക്സ് രജിസ്റ്റർ അവിടെ സൂക്ഷിക്കണം അല്ലെ? അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഫാർമസിയിൽ ഏതൊക്കെ ടൈപ്പ് മരുന്നുകളുണ്ട്, എന്തൊക്കെ മരുന്നുകൾ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? അപ്പൊ അത്തരത്തിലെ ഇൻഡെക്സ് രജിസ്റ്റർ വേണം. പിന്നെന്താണ്? ബിൻ കാർഡ്സ്. എന്താണ് ബിൻ എന്ന് പറഞ്ഞാൽ? ബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡസ്റ്റ്ബിൻ അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. ബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ദ സ്പേസ് വെയർ ദ മെറ്റീരിയൽസ് ആർ കെപ്റ്റ്. ഓക്കെ, അതായത് ഈ പറയുന്ന ഡ്രഗ്സുകളെല്ലാം തന്നെ നമ്മൾ സൂക്ഷിക്കുന്ന ആ ഒരു എന്താ പറയുക ക്യാബിനറ്റ്സ് ആയിരിക്കാം. ഓക്കെ, ആ ഒരു ഏരിയ, ആ ഒരു സ്പേസിനെയാണ് നമ്മൾ ബിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ബിൻ കാർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓരോ ബിന്നിനോടും അറ്റാച്ച് ചെയ്തിട്ട് ഒരു ബിൻ കാർഡ് ഉണ്ടായിരിക്കും. അത് വ്യക്തമായിട്ട് മനസ്സിലാവാൻ നിങ്ങൾക്കൊരു ഒരു മോഡൽ അവിടെ തന്നിട്ടുണ്ട്. കണ്ടോ, ഈ ചിത്രത്തിനകത്ത് ഒരു ബിൻ കാർഡിന്റെ മോഡലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഒരു ബിൻ കാർഡിന്റെ മോഡലാണ്. അപ്പൊ ഓരോ ബിന്നിൽ എന്തുണ്ടാവും? പല ടൈപ്പ് ഓഫ് മരുന്നുകൾ. ഇപ്പൊ എ എന്ന് പറയുന്ന ബിന്നിൽ മരുന്നുകൾ ഉണ്ടാവും, ബി എന്ന് പറയുന്ന ബിന്നിൽ മരുന്നുകൾ ഉണ്ടായിരിക്കും. ഈ ഓരോ ബിന്നുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ബിൻ കാർഡും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലൊരു ബിൻ കാർഡിന്റെ ഒരു എന്താ പറയുക മോഡലാണ് അവിടെ തന്നിരിക്കുന്നത്. ഈ ബിൻ കാർഡ് നമ്മൾ എന്തിനെ സഹായിക്കാൻ അറിയാമോ? ബിൻ കാർഡുകള് ഈ പറയുന്ന എന്താ പറയാ മരുന്നുകള്, ഓക്കെ, മരുന്നുകള് എത്രത്തോളം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ആ പർച്ചേസ് ചെയ്ത ഫാർമസിയിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ആ മരുന്നുകളില് എത്ര മരുന്നുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അപ്പൊ അങ്ങനെയുള്ള മരുന്നുകളുടെ മൂവ്മെന്റ്സ്, ഓക്കെ, ആ മരുന്നുകളുടെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട്, അതിന്റെ കറക്റ്റ് ട്രാക്ക് ഒക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു ബിൻ കാർഡാണ്. അത് ശരിക്കും പറഞ്ഞ ഒരു ഫാർമസിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ബിൻ കാർഡ്. കാരണം ആ ബിൻ കാർഡിലൂടെ നമുക്ക് ആ മരുന്നുകൾ എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നുണ്ട്, എത്ര ഇഷ്യൂ ചെയ്യുന്നുണ്ട്, എത്ര ഇതിന്റെ ബാലൻസ് ഉണ്ട്, അതുപോലെ ഓരോ മരുന്നുകളെ പറ്റിയും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ, അതിന്റെ ട്രാക്ക്, അതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ട്രാക്ക് ചെയ്യാനായിട്ടും നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു ബിൻ കാർഡാണ്. ഓക്കെ, ഇതിന്റെ ചോദ്യമൊന്നും വരില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബിൻ കാർഡിന്റെ ഇത് തന്നിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്ത് ഡേറ്റ്, ക്വാണ്ടിറ്റി റിസീവ്ഡ്, എത്ര മരുന്ന് നമ്മൾ എത്ര അളവില് നമ്മൾ ക്വാണ്ടിറ്റി റിസീവ് ചെയ്യുന്നുണ്ട്, വിത്ത് ഡേറ്റ് അടക്കം അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ ക്വാണ്ടിറ്റി ഇഷ്യൂഡ്, നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള മരുന്നുകളിൽ എത്ര ക്വാണ്ടിറ്റി, എത്ര അളവ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ബാലൻസ് എത്ര ബാക്കിയുണ്ട്, അതുപോലെ റിമാർക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സ്, ഇൻഫർമേഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ അവിടെ രേഖപ്പെടുത്തും. കൃത്യമായിട്ട് ബിൽ നമ്പർ ഉണ്ടായിരിക്കും. അതുപോലെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഐറ്റം നെയിം, അതായത് ആ ഒരു മരുന്നിന്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. കോഡ് നമ്പർ, ഓരോ മരുന്നിനും ഓരോ കോഡ് ഉണ്ടാവും അല്ലെ? ഒരുപാട് പല ടൈപ്പ് മരുന്നുകളാണ്, അപ്പൊ ഓരോ മരുന്നിനും ഒരു കോഡ് ഉണ്ടായിരിക്കും. അപ്പൊ കോഡ് നമ്പർ ഉണ്ടായിരിക്കും. പിന്നെ മാക്സിമം ക്വാണ്ടിറ്റി എത്രയാണ് എന്നുള്ളതും, ഓർഡറിംഗ് ലെവൽ എത്രയാണ്, എത്ര ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, മിനിമം ക്വാണ്ടിറ്റി, ഏറ്റവും മിനിമത്തിൽ എത്തുന്ന ക്വാണ്ടിറ്റി എത്രയാണ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ബിൻ കാർഡിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും. ഓക്കെ, അപ്പൊ ഓരോ ബില്ലുമായിട്ട് അറ്റാച്ച് ചെയ്ത് എന്തുണ്ടായിരിക്കും? ഒരു ബിൻ കാർഡ് ഉണ്ടായിരിക്കും. ഈ ബിൻ കാർഡിലൂടെ നമുക്ക് മരുന്നുകളുടെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളവിടെ എണ്ണിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ബിൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര ഓർഡർ കൊടുത്തിരുന്നു, എത്ര ഇതിന്റെ ബാലൻസ് ഉണ്ട്, എത്ര ഇഷ്യൂ ചെയ്തു, ആ ഐറ്റത്തിന്റെ പേര് എന്താണ്, അതിന്റെ കോഡ് എന്താണ്, അതിന്റെ ഓർഡറിംഗ് ലെവൽ എത്രയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിത്ത് ഡേറ്റ് അടക്കം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ക്ലിയർ? അതാണ് കേട്ടോ ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൻ കാർഡ്സ്. അടുത്തത് നോക്കൂ, എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ. അതെല്ലാ മരുന്നുകൾക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട് അല്ലെ? അപ്പൊ ആ ഒരു എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ ഉണ്ടായിരിക്കണം. കാരണം എക്സ്പയർഡ് ആയിട്ടുള്ള മരുന്നുകൾ പിന്നെ ഫാർമസിയിൽ സൂക്ഷിക്കാൻ പാടുമോ? ഇല്ല, അതപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡിസ്പോസ് ചെയ്യണം. അപ്പൊ അതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്. അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്. അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രതികൂലമായിട്ടുള്ളത് അല്ലെ? അതായത് അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ചില മരുന്നുകൾക്ക് ചില അഡ്വേഴ്സ് റിയാക്ഷൻ, ചില മരുന്നല്ല, മിക്കവാറും എല്ലാ ഇംഗ്ലീഷ് മരുന്ന് എടുത്താലും അതിൻ്റെതായ ചില സൈഡ് ഇഫക്റ്റ് ഉണ്ടായിരിക്കും അല്ലെ? പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, ചില മരുന്നുകള് മറ്റു ചില മരുന്നുകളുമായിട്ട് പ്രതിപ്രവർത്തിച്ച് ചില പോയ്സണിങ് ഇഫക്റ്റ് ഒക്കെ ചിലപ്പോ എന്താ പറയുക പേഷ്യന്റിന്റെ ബോഡിയിൽ ഉണ്ടാക്കാം സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും അഡ്വേഴ്സ് റിയാക്ഷൻസിന്റെ റെക്കോർഡ്സുകള് കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, അതാണ് അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്. ക്ലിയർ ആയല്ലോ? പിന്നെന്താ പറയുന്നത്?
ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലൈസ് ആൻഡ് യൂണിറ്റ്സ് കേട്ടോ. അതായത് ഇവിടെ കറസ്പോണ്ടൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇടപാടുകളാണ് കേട്ടോ, ഇടപാടുകൾ. ഓക്കെ, ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലൈസ് ആൻഡ് യൂണിറ്റ്സ്. നമ്മുടെ യൂണിറ്റ് ഏതാണ്? ഇവിടുത്തെ ഫാർമസിയാണ് നമ്മുടെ യൂണിറ്റ് അല്ലെ. അതായത് ഈ ഒരു ഫാർമസിയും അതുപോലെ തന്നെ സപ്ലയേഴ്സും തമ്മിലുള്ള ഈ മരുന്നുകളുടെയൊക്കെ ആ ഒരു ഇടപാടുകൾ അല്ലെ, ആ ഇടപാടുകളുടെ ഫയലുകളെല്ലാം തന്നെ കൃത്യമായിട്ട് എവിടെ കീപ്പ് ചെയ്തിരിക്കണം? ഫാർമസിക്കകത്ത് കീപ്പ് ചെയ്തിരിക്കണം. അതാണ് പറയുന്നത് കേട്ടോ. ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ്. അതായത് സപ്ലയേഴ്സും യൂണിറ്റ് എന്ന് പറയുന്നത് അവിടെ ഫാർമസിയും ആണ് അല്ലെ. ഫാർമസി യൂണിറ്റും ഈ പറയുന്ന മരുന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സപ്ലയേഴ്സും തമ്മിലുള്ള ആ ഒരു ഇടപാടുകളുടെ ഫയലുകളും മറ്റും കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കണം. പിന്നെന്താണ്? ലെഡ്ജർ അക്കൗണ്ട് ഫോർ റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ്. ലെഡ്ജർ അക്കൗണ്ട് ഫോർ ദ റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ്. റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ പണമിടപാടുകൾ, പണം അയക്കലൊക്കെ ആയിട്ട്. അതായത് ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മൾ മരുന്ന് വാങ്ങുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ട്രാൻസാക്ഷൻ അല്ലെ, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള പണം അയക്കുന്നതിന്റെയും പണമിടപാടുകളുടെ ഒക്കെ രേഖകൾ, വൗച്ചർ എന്ന് ഉദ്ദേശിക്കുന്ന രേഖകളാണ്. അത്തരം രേഖകളുടെയൊക്കെ ലെഡ്ജർ അക്കൗണ്ട്, കണക്ക് രേഖപ്പെടുത്തുന്ന ആ ഒരു ലെഡ്ജർ അക്കൗണ്ട്സ് എവിടെ ഉണ്ടായിരിക്കണം? ഫാർമസിക്കകത്ത് ഉണ്ടായിരിക്കണം. അതാണ് ലെഡ്ജർ അക്കൗണ്ട് ഫോർ റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ്. നമ്മൾ ഈ മരുന്നുകളൊക്കെ വാങ്ങുമ്പോൾ നടത്തുന്ന പണമിടപാടുകൾ അല്ലെങ്കിൽ പണം അയക്കുന്നതിന്റെയൊക്കെ രേഖകള്, അതിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ലെഡ്ജർ അക്കൗണ്ടുകൾ ഫാർമസിക്കകത്ത് ഉണ്ടായിരിക്കണം. അടുത്തത് ഡിനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഡിനൻസിയേഷൻ റെക്കോർഡ്. ഡിനൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഡിനൻസിയേഷൻ ശരിക്കും ഡിനൻസിയേഷൻ എന്ന് പറഞ്ഞാല് നിരാകരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. നിരാകരിക്കുക അല്ലെങ്കിൽ എന്താ പറയുക, നിഷേധിക്കുക, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോ ഡിനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ്. എന്താണ് നോൺ കൺസ്യൂമബിൾസ്? നമുക്ക് ഉപയോഗപ്രദമല്ലാത്ത മരുന്നുകൾ. ഇപ്പൊ നമ്മൾ ബൾക്കായിട്ടാണ് ഓർഡർ കൊടുക്കുന്നത് അല്ലെ. ഈ ഓർഡർ കൊടുത്ത് വരുന്ന മരുന്നുകള് ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചില മരുന്നുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. കാര്യം നമ്മളത് ചെക്ക് ചെയ്യും. അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേണ്ടത്ര ക്വാണ്ടിറ്റി ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ ചിലത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്നുകളായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോ ചില മരുന്നുകൾക്ക് എന്തെങ്കിലും ഡാമേജ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അങ്ങനെയാവുമ്പോൾ അത്തരം മരുന്നുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല നമ്മളിത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും അല്ലെ. ക്വാളിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യും, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ ഈ ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ നടത്തുമ്പോൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്റ്റാൻഡേർഡ് ഒക്കെ ആണെങ്കിൽ, നിലവാരം കുറഞ്ഞതൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമുക്ക് അത്തരം മരുന്നുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അത്തരത്തില് നോൺ കൺസ്യൂമബിൾസ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഉപയോഗപ്രദമല്ലാതെ വന്നിട്ടുള്ള മരുന്നുകളുടെ, എന്തുകൊണ്ട് അത് ഉപയോഗപ്രദമല്ലാതെ വന്നു എന്നതിന്റെ കാരണം അല്ലെ. ആ ഒരു നോൺ കൺസ്യൂമബിൾസ് നമുക്ക് ഉപകാരപ്രദമല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നത്? അത് വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ആ ഒരു കാരണങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഡിനൻസിയേഷൻ റെക്കോർഡ്സുകളും എവിടെ ഉണ്ടായിരിക്കണം? ഫാർമസിക്കകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് പറയുന്നത് കേട്ടോ. ഡിനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടുള്ളതിന്റെ എന്തുകൊണ്ട് അത് ഉപയോഗശൂന്യമായി എന്നതിനെ പറ്റിയുള്ള അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അതിന്റെ കാരണങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന റെക്കോർഡ്, അതാണ് ഡിനൻസിയേഷൻ റെക്കോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത്തരം റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കണം. ആൻഡ് കൺസ്യൂമബിൾസ്, പിന്നെ ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും എന്താണ്? കൺസ്യൂമബിൾസ്, നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ റെക്കോർഡ്സുകൾ അവിടെ സൂക്ഷിച്ചിരിക്കും. ഓക്കെ, അപ്പൊ അത്രയാണ്. പിന്നെ എന്താ പറയുന്നത്? ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എന്താ പറയാ, വാർഷിക സ്റ്റോക്ക് സ്ഥിരീകരണ റെക്കോർഡാണ് കേട്ടോ. ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്. അതായത് നമുക്ക് ആ ഒരു സ്റ്റോക്കിന്റെ ഒരു വർഷത്തിൽ നമ്മൾ ഇത്രയും പർച്ചേസ് ചെയ്യുമല്ലോ. അപ്പൊ ആ ഒരു വർഷത്തില് ആ ഒരു സ്റ്റോക്ക് ലെവലിന്റെ കൃത്യത ഉറപ്പാക്കാനായിട്ട് ആ ഒരു ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്സുകൾ സൂക്ഷിച്ചിരിക്കണം. അതായത് നമ്മൾ എടുക്കുന്ന മരുന്നുകൾ ഓവർ സ്റ്റോക്ക് ആവാനും പാടില്ല, അണ്ടർ സ്റ്റോക്ക് ആവാനും പാടില്ല അല്ലെ. കൂടി പോവാനും പാടില്ല, കുറഞ്ഞു പോവാനായിട്ടും പാടില്ല. അതേ രീതിയിൽ വേണം നമ്മൾ ആ സ്റ്റോക്കിന്റെ ലെവല് എന്ത് ചെയ്യാനായിട്ട്? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ആ ഒരു സ്റ്റോക്ക് ലെവലിന്റെ കൃത്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്സുകൾ സൂക്ഷിച്ചിരിക്കണം. അതും ഓരോ വർഷത്തിലും ഉള്ള ആ ഒരു സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡുകൾ കീപ്പ് ചെയ്തിരിക്കണം.
അടുത്തതാണ് ഹോസ്പിറ്റൽ ഫോർമുലറി. ഹോസ്പിറ്റൽ ഫോർമുലറി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. എന്താണ്? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലില് ഉപയോഗിക്കുന്നതിന് അംഗീകരിച്ചിട്ടുള്ള മരുന്നുകളുടെയും അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഒരു ലിസ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഫോർമുലറി. അതെന്തായാലും ഉണ്ടായിരിക്കണം അല്ലെ. പിന്നെ എന്താണ്? ആന്റിബയോട്ടിക് പോളിസി അല്ലെ. ആന്റിബയോട്ടിക് പോളിസി ഉണ്ടായിരിക്കണം. നമുക്കറിയാം ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞത് എളുപ്പം പോയി ഉപയോഗിക്കാനായിട്ട് പാടില്ല, ചില റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ഈ അടുത്ത കാലത്ത് ന്യൂസ് പേപ്പറിലൊക്കെ പറഞ്ഞത് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഓടിപ്പോയിട്ട് ആന്റിബയോട്ടിക്സ് ഒന്നും എഴുതാൻ പാടില്ല, മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ കുറെ റൂൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് വേണം ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു റെസ്പോൺസിബിൾ ആയിട്ട് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയാ, മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്. അതെല്ലാം അടങ്ങുന്ന എന്താ പറയുക, അതാണ് ആന്റിബയോട്ടിക് പോളിസി എന്ന് പറയുന്നത്. അത്തരം ആന്റിബയോട്ടിക് പോളിസി റെക്കോർഡ്സുകൾ എല്ലാം തന്നെ എവിടെ ഉണ്ടായിരിക്കണം? ഫാർമസിക്കകത്ത് ഉണ്ടായിരിക്കണം. നമ്മൾ ആ ഒരു എന്താ പറയാ തോന്നിയ രീതിയിൽ ആന്റിബയോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആന്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യുന്ന ബാക്ടീരിയകൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും അല്ലെ. ആന്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യുന്ന ബാക്ടീരിയകൾ ഉണ്ടായി തുടങ്ങും. അപ്പൊ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് വേണം നമ്മൾ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങളും പ്രോട്ടോകോൾസും ഒക്കെ അടങ്ങിയതാണ് ആന്റിബയോട്ടിക് പോളിസി എന്ന് പറയുന്നത്. അപ്പൊ അതും എവിടെ ഉണ്ടായിരിക്കണം? ഫാർമസിക്കകത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ എന്തൊക്കെ റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ആ വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞത്? ഒന്ന് സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്സ് ഓഫ് ഡ്രഗ്സ്, പിന്നെ ഇന്റന്റ് ആൻഡ് റിസീപ്റ്റ് വൗച്ചർ സൂക്ഷിക്കണം, ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം, ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൻ കാർഡ്സ് ഉണ്ടായിരിക്കണം, എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ ഉണ്ടായിരിക്കണം, അഡ്വാൻസ് റിയാക്ഷൻ റെക്കോർഡ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ്, പിന്നെ ലെഡ്ജർ അക്കൗണ്ട് ഫോർ റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ്, denunciation record of non-consumables and consumables, then yearly stock confirmation record, hospital formulary, last one എന്താണ്? ആന്റിബയോട്ടിക് പോളിസി. നിങ്ങളോട് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിന് ഫാർമസിയിൽ കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സുകൾ ഉൾപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിനി അടുത്ത ഭാഗത്തോട്ട് പോവാം. നെക്സ്റ്റ് അത്രയേ ഉള്ളൂ. ഫാർമസിയുടെ മെയിൻ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോ ഇതൊക്കെയാണ് നമുക്ക് മെയിൻ പഠിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് നിങ്ങൾ നല്ലപോലെ പഠിക്കണം കേട്ടോ. ഓരോ കാര്യങ്ങളും കൃത്യമായി, പ്രത്യേകിച്ച് ആ സ്റ്റാഫിങ്ങിന്റെ ഭാഗമൊക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങൾ നല്ലപോലെ നോട്ട് ചെയ്യണം കേട്ടോ. സ്റ്റാഫിങ് എങ്ങനെയാണ്, കമ്മിറ്റിയിൽ അംഗങ്ങൾ ആരാണ്, ചെയർമാൻ, സെക്രട്ടറി, അതുപോലെ ആ ഒരു ബെഡ് സ്ട്രെങ്തുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ടാബുലർ കോളം, ഫ്ലോ ചാർട്ട്, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇനിയുള്ളതൊക്കെ എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് മരുന്നുകളുടെ സ്റ്റോറേജിനെ പറ്റിയാണ് കേട്ടോ. മരുന്നുകളുടെ സ്റ്റോറേജിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്കറിയാം പല ടൈപ്പ് ഓഫ് ഡ്രഗ്സുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ഡ്രഗ്. ഏതൊക്കെ മരുന്നുകളുണ്ട്? പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. നോക്കിക്കേ, ജനറൽ ഡ്രഗ്സ് ഉണ്ട്, പിന്നെ എന്താണ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ഉണ്ട്, പിന്നെ നാർക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഉണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ഡ്രഗ്സുകളുണ്ട്. ഇതൊക്കെയാണ് ജനറൽ ഡ്രഗ്സ് ഉണ്ട്, നാർക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ട്, പിന്നെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവയൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സ്റ്റോറേജ് എന്നത്? നമ്മൾ ഓരോ മരുന്നുകൾ, ഇതെല്ലാം ഈ പറയുന്ന മരുന്നുകളെല്ലാം ഒരേ രീതിയിലാണോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? അല്ല, എല്ലാം നമ്മൾ വ്യത്യസ്ത രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഓരോ മരുന്നിനെയും സ്റ്റോർ ചെയ്യുന്ന രീതികൾ, ഏതൊക്കെ രീതിയിലാണ് ഓരോ മരുന്നുകളും സ്റ്റോർ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കാണുന്നത് സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സില് ജനറൽ ഡ്രഗ്സ് ആണ് കേട്ടോ. കോമൺ ആയിട്ടുള്ള ജനറൽ ഡ്രഗ്സിന്റെ സ്റ്റോറേജ് എങ്ങനെയൊക്കെയാണ്, അതിന്റെ കുറച്ച് പോയിന്റ്സുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ഡ്രഗ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ഇൻ ദ ക്യാബിനറ്റ്. അപ്പൊ നമ്മള് ജനറൽ ഡ്രഗ്സ് എങ്ങനെ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്? ക്യാബിനറ്റിനകത്ത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം നമ്മുടെ ജനറൽ ഡ്രഗ്സുകൾ ഓർഗനൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് നമ്മൾ എ എന്ന് പറയുന്ന എ എന്ന ഇതിൽ തുടങ്ങുന്ന മരുന്നുകൾ എ ക്യാബിനറ്റ്, അതുപോലെ ബി ക്യാബിനറ്റിലാണെങ്കിൽ ബി തുടങ്ങുന്ന മരുന്നുകളായിരിക്കും. നമ്മൾ പറയുന്ന ജനറൽ ഡ്രഗ്സിന്റെ സ്റ്റോറേജ് ആണ് കേട്ടോ.
ജനറൽ ഡ്രഗ്സ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? ഓരോ ക്യാബിനറ്റിലും ഈ പറയുന്ന ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം നമ്മൾ മരുന്നുകൾ അറേഞ്ച് ചെയ്യാനായിട്ട്, അല്ലെ, ഓർഗനൈസ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ബിൽ കാർഡ് ഡിപ്പിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. ബിൻ കാർഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലെ. പിന്നെ എന്ത് വേണം? ബിൻ കാർഡ്സ് വേണം, അല്ലെ. ബിൻ കാർഡ് എന്താണ് ഡിപ്പിക്ട് ചെയ്യുന്നത്? എന്താണ് ബിൻ കാർഡിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്? സ്റ്റോക്ക് പൊസിഷൻ. അത് വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാം കേട്ടോ. ബിൻ കാർഡ് ഡെപ്പിക്റ്റിംഗ് ഡാഷ്. എന്താണ് ഒരു ബിൻ കാർഡ് ഡെപ്പിക്ട് ചെയ്യുന്നത്? എന്താണ് എന്ത് ഇൻഫർമേഷനാണ് നമുക്ക് തരുന്നത്? സ്റ്റോക്ക് പൊസിഷനെ പറ്റി നമുക്കൊരു ഐഡിയ തരും, അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ജനറൽ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുമ്പോൾ അതിനോടൊപ്പം ബിൻ കാർഡ് ഉണ്ടായിരിക്കണം. ബിൻ കാർഡ് ഡെപ്പിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ, അല്ലെ. ഓക്കെ. മൂന്നാമത്തെ എന്താണ്? ഷോർട്ട് എക്സ്പയറി ടു ബി അറേഞ്ച്ഡ് ഇൻ ഫ്രണ്ട് ആൻഡ് ലോങ് എക്സ്പയറി അറ്റ് ദ ബാക്ക്. എപ്പോഴും എന്താണ്? ഷോർട്ട് എക്സ്പയറി ആയിട്ടുള്ള മരുന്നുകൾ എപ്പോഴും എവിടെ വെക്കണം? ഫ്രണ്ടിൽ വെക്കണം, അല്ലെ. അതുപോലെ ലോങ് എക്സ്പയറി ആയിട്ടുള്ള എന്താണ് എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ള മരുന്നുകളില്ലേ, അതെപ്പോഴും ബാക്കിൽ വേണം സൂക്ഷിക്കാനായിട്ട്. എക്സ്പയറി ഡേറ്റ് കുറവുള്ള മരുന്നുകൾ ഫ്രണ്ടിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തതാണ് ഫിഫോ. ഫിഫോ പ്രൊസീജിയർ ടു ബി ഫോളോഡ്. എന്താണ് ഫിഫോ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് കേട്ടോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആ ഒരു പ്രൊസീജിയർ വേണം ഫോളോ ചെയ്യാൻ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫിഫോ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് പർച്ചേസ് ചെയ്ത മരുന്നുകൾ ഫസ്റ്റ് സോൾഡ് ചെയ്യണം. ഓക്കെ. ആദ്യം പർച്ചേസ് ചെയ്ത മരുന്ന് ഏതാണോ അത് ആദ്യം നമ്മൾ വിൽക്കണം. അതാണ് ഇതാണ് ഈ എക്സ്പയറി ഡേറ്റ് പറഞ്ഞ പോലെ ഒരു സംഭവം കേട്ടോ. അപ്പൊ ഫിഫോ പ്രൊസീജിയർ ടു ബി ഫോളോഡ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ആദ്യം പർച്ചേസ് ചെയ്ത മരുന്ന് ഏതാണോ അത് നമ്മൾ ഫസ്റ്റ് സോൾഡ് ചെയ്യണം. ആ ഒരു പ്രൊസീജിയർ വേണം നമ്മളിവിടെ ഫോളോ ചെയ്യാനായിട്ട്. പിന്നെ എന്താണ്? ദ ഡ്രഗ്സ് ഷുഡ് ബി യൂസ്ഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് എക്സ്പയറി. ഇപ്പോഴും ഡ്രഗ്സുകൾ എക്സ്പയറി ഡേറ്റിന് മുമ്പായിട്ട് തന്നെ ഉപയോഗിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഷോർട്ട് എക്സ്പയറി ഉള്ള മരുന്നുകൾ ഫ്രണ്ടിലും വെക്കും, കുറച്ചും കൂടെ എക്സ്പയറി ഡേറ്റ് ഉള്ള മരുന്നുകൾ ബാക്കിലായിട്ടാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുക, അല്ലെ. പിന്നെ മാത്രമല്ല എക്സ്പയറി ഡേറ്റിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മരുന്നുകൾ ഉപയോഗപ്പെടുത്തിയിരിക്കണം. അതിനനുസരിച്ചേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സ്റ്റോക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ. പിന്നെന്താണ്? എക്സ്പയറി ഡ്രഗ്സ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ ദ റൂൾ. ഇനി എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ള മരുന്നുകൾ ഉണ്ടാവും, അത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാലഹരണപ്പെട്ട മരുന്നുകളാണ്, നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ആ മരുന്നുകൾ നമ്മൾ പ്രത്യേകം റൂള് പ്രകാരം, അതായത് കൃത്യമായിട്ടുള്ളൊരു നിയമപ്രകാരം, അതിന് ഫാർമസി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ ഒരു കമ്മിറ്റിയാണല്ലോ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മുന്നോട്ട് വെച്ചേക്കുന്നത്. അപ്പൊ ആ ഒരു കൃത്യമായിട്ട് ആ ഒരു റൂള് പ്രകാരം ആ ഒരു നിയമ ക്രമീകരണങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ട്. നമ്മൾ തോന്നിയ രീതിയിൽ ഡിസ്പോസ് ചെയ്യരുത്, അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് പ്രകാരം വേണം നമ്മൾ എക്സ്പയറി ഡ്രഗ്സുകൾ എന്ത് ചെയ്യാനായിട്ട്? ഡിസ്പോസ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ പറഞ്ഞത് ജനറൽ ഡ്രഗ്സിന്റെ കാര്യമാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം ക്യാബിനറ്റ്സിൽ ഓർഗനൈസ് ചെയ്യാനായിട്ട്. പിന്നെ ബിൻ കാർഡ് ഉണ്ടായിരിക്കണം. ബിൻ കാർഡ് എന്താണ് ഡിപ്പിക്ട് ചെയ്യുന്നത്? സ്റ്റോക്ക് പൊസിഷൻ ആണ്. ഷോർട്ട് എക്സ്പയറി ഡേറ്റ് ഉള്ളത് ഫ്രണ്ടിലും ലോങ് എക്സ്പയറി ഡേറ്റ് ഉള്ളത് ബാക്കിലും വേണം നമ്മൾ വെക്കാനായിട്ട്. അതുപോലെ ഫിഫോ പ്രൊസീജിയർ ഫോളോ ചെയ്തിരിക്കണം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് പർച്ചേസ് ചെയ്ത മരുന്ന് ഫസ്റ്റ് സോൾഡ് ചെയ്യണം. ആ രീതിയിൽ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്. അതുപോലെ എക്സ്പയറി ഡേറ്റിന് മുൻപായിട്ട് തന്നെ മരുന്നുകൾ ഉപയോഗിച്ചിരിക്കണം. ഇനി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള നിയമങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് തന്നെ ഡിസ്പോസ് ചെയ്തിരിക്കണം. ക്ലിയർ ആയല്ലോ? അത്രയുള്ളൂ ജനറൽ ഡ്രഗ്സിനകത്ത്. രണ്ടാമത്തതാണ് എന്ത്? നാർക്കോട്ടിക് ഡ്രഗ്സ് കേട്ടോ. എന്താണ് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാല്? യെസ്, അതായത് നമ്മളെ മരവിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അനസ്തേഷ്യ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്, അല്ലെ. നമ്മുടെ മരവിപ്പ് തോന്നിക്കുന്ന, നമ്മുടെ ബോഡിനെ തളർത്തുന്ന രീതിയിലുള്ള സെഡേറ്റീവ് ആയിട്ടുള്ള, അല്ലെ, അതായത് ഹിപ്നോട്ടിക് പർപ്പസിന് ഹിപ്നോട്ടിക് ഏജൻസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അനസ്തെറ്റിക് ഏജൻസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നാർക്കോട്ടിക് ഡ്രഗ്സുകൾ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്? മറ്റേ പോലെ ജനറൽ ഡ്രഗ്സ് സ്റ്റോർ ചെയ്ത പോലെയാണോ ഒരു നാർക്കോട്ടിക് ഡ്രഗ്സ് സ്റ്റോർ ചെയ്യേണ്ടത്? അല്ല, വ്യത്യാസമുണ്ട്, അല്ലെ. അപ്പൊ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. There should be different special organization for narcotic drugs like morphine, pethidine, barbiturates കേട്ടോ. ബാർബിറ്റുറേറ്റ്സ്. അത് ആ പേരുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആ പേര് തന്നിട്ട് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയില് നാർക്കോട്ടിക് ഡ്രഗ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത്
എന്താണ് ഇവരിവിടെ പറയുന്നത്? മോർഫിൻ, പെത്തഡിൻ. മോർഫിൻ, പെത്തഡിൻ ഒക്കെ ചിലപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇത്തരത്തില് മോർഫിൻ, പെത്തഡിൻ, ബാർബിറ്റ്യൂറേറ്റ്സ് പോലെയുള്ള മരുന്നുകൾ, ഇതൊക്കെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ്. ഇത്തരം നാർക്കോട്ടിക് ഡ്രഗ്സുകൾ നമ്മൾ കൃത്യമായിട്ട് ഒരു സ്പെഷ്യൽ ഓർഗനൈസേഷൻ ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു പ്രത്യേകം ക്യാബിനറ്റിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇത് ഓർഗനൈസ് ചെയ്യാനായിട്ട്. അതായത് മറ്റുള്ള മരുന്നുകൾ പോലെ വളരെ ലക്ഷ്യമായിട്ടുള്ള രീതിയിലല്ല നാർക്കോട്ടിക് ഡ്രഗ്സ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. അത് സ്പെഷ്യൽ ഓർഗനൈസേഷൻ തന്നെ അതിനുണ്ടായിരിക്കണം. കൃത്യമായിട്ടൊരു ക്യാബിനറ്റിൽ വേണം. ഒരു മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സ്പെഷ്യൽ ഓർഗനൈസേഷൻ ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഏതൊക്കെയാണ് നാർക്കോട്ടിക് ഡ്രഗ്സ്? മോർഫിൻ ഉണ്ട്, പെത്തഡിൻ ഉണ്ട്, ബാർബിറ്റ്യൂറേറ്റ്സ് ഉണ്ട്. പിന്നെ പറയുന്നത് പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റൈൻഡ്. പ്രിസൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്യുറേറ്റ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കൃത്യമായത് എന്നുള്ള മീനിങ് ആണ്. പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റൈൻഡ്. അതായത് ഈ പറയുന്ന നാർക്കോട്ടിക് ഡ്രഗ്സുകളുടെ കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും ആ ഒരു ഫാർമസിയിൽ നമ്മൾ റെക്കോർഡ് അല്ലെങ്കിൽ സൂക്ഷിച്ചിരിക്കണം. കാര്യം ഇത് മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള മരുന്നുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആ ഒരു എന്താ പറയുക, പ്രിസൈസ് റെക്കോർഡിങ്, കൃത്യമായിട്ടുള്ള ആ ഒരു രേഖകൾ, അതിന്റെ റെക്കോർഡിങ്സും കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ അടുത്തത് എന്താണ്? ഓൾവേസ് ടു ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. എപ്പോഴും എന്ത് ചെയ്ത് വെക്കണം നമ്മള്? ലോക്ക് ചെയ്ത് വേണം ഇത്തരം മരുന്നുകൾ നമ്മൾ സൂക്ഷിക്കാനായിട്ട്. പ്രത്യേകിച്ച് നാർക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ ആകുമ്പോൾ ശരിക്കും ഡബിൾ കമ്പാർട്ട്മെന്റഡ് ക്യാബിനറ്റ്സിൽ വേണം സൂക്ഷിക്കാൻ എന്നാണ് പറയുക. അതായത് പ്രത്യേകിച്ച് അത് എന്താ പറയുക, കീ ചെയിൻ, അതായത് പ്രത്യേകം കമ്പാർട്ട്മെന്റിൽ നമ്മൾ ലോക്ക് ചെയ്ത് വേണം ഇത്തരം മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കാൻ. അത്രയുള്ള അതിനകത്ത് പോയിന്റ്. മനസ്സിലായില്ല? അപ്പൊ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്റ്റോർ ചെയ്യണം? ഏതൊക്കെയാ മരുന്നുകള്? മോർഫിൻ ഉണ്ട്, പെത്തഡിൻ ഉണ്ട്, ബാർബിറ്റ്യൂറേറ്റ്സ്. ബാർബിറ്റ്യൂറേറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഈ ഹിപ്നോട്ടിക് മരുന്നുകളാണ് കേട്ടോ. ഹിപ്നോട്ടൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രഗ്സുകളാണ് ബാർബിറ്റ്യൂറേറ്റ്സ് എന്ന് പറയുന്നത്. അത്തരം മരുന്നുകൾ സ്പെഷ്യൽ ക്യാബിനറ്റിൽ ഡിഫറെന്റ് ആയിട്ട് വേണം നമ്മൾ ഓർഗനൈസ് ചെയ്യാനായിട്ട്. മാത്രമല്ല നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡിങ്സ്, പ്രിസൈസ് റെക്കോർഡിങ്സ് ഫാർമസിയിൽ സൂക്ഷിച്ചിരിക്കണം. അത് മാത്രമല്ല അത് നമ്മൾ ലോക്ക് ചെയ്ത് വേണം ഇത്തരം മരുന്നുകൾ സ്റ്റോർ ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയും മതി കേട്ടോ. കുറച്ച് സമയമല്ലേ ഇനി ബാക്കിയുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. വളരെ കുറച്ചേ നമ്മൾ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. അതായത് ഇന്റൻറ്റിംഗ് ഓഫ് ഡ്രഗ്സ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു ഹോസ്പിറ്റൽ കോർണർ 250 തൊട്ട് 300 വരെ മരുന്നുകൾ അടങ്ങുന്ന ഹോസ്പിറ്റൽ കോർണർ ഏതൊരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. സേഫ്റ്റി സ്റ്റോക്ക് മനസ്സിൽ വെക്കണം. എന്നിട്ട് വേണം ഓർഡർ കൊടുക്കാനായിട്ട്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എപ്പോഴും ഫോളോ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ടാണ് ഓവർ സ്റ്റോക്കിങ്ങും അതുമൂലം ഉണ്ടാകുന്ന തെഫ്റ്റ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന മരുന്നുകളാണെങ്കിൽ അതിന് ട്രാൻസ്പോർട്ടേഷൻ ടൈമും കൂടെ നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, ഇത്രയും ഈ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട്. ഹാപ്പി ന്യൂ ഇയർ. കുറച്ച് മണിക്കൂറുകൾ കൂടെ കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണല്ലോ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പൊ ഞാനൊന്ന് അപ്പൊ നമുക്ക് അടുത്ത വർഷം കാണാം. ഓക്കെ, അപ്പൊ ഞാനൊന്ന് എന്താണ് അൺമ്യൂട്ട് ചെയ്യാണ്. അൺമ്യൂട്ട് ചെയ്യാൻ കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെയും എന്താ പറയാ, ന്യൂ ഇയർ നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാം. എനിക്ക് എല്ലാവർക്കും നല്ലൊരു പുതിയൊരു വർഷം ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല, എനിക്കും ഞാൻ സ്വയം ആശംസിക്കുന്നു. ഓക്കെ, ശരി കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഇയറിൽ കാണാം കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു മാമിന്. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു അതാണ്. എന്താണ് ഭയങ്കര വെയില്?